നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 51-ാമത്തെ വാക്യം. The Gospel according to Saint Luke, chapter 9, verse 51. 9-ാം അധ്യായം 51-ാമത്തെ വാക്യം. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ കർത്താവേ, സഭാ ശുശ്രൂഷയ്ക്കായി കാലാകാലങ്ങളിൽ തൻ്റെ ദാസരെ വിളിച്ച് അഭിഷേകം ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ അഭിഷേക ശുശ്രൂഷയ്ക്ക് ചേർന്ന് വരുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനുമായി നൽകപ്പെട്ട ജീവൻ്റെ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വിളിയും നിയോഗവും ബോധ്യപ്പെടുവാൻ ഈ ധ്യാനം ഞങ്ങൾക്കിടയായി തീരണമേ. ബലഹീനായ അടിയനെയും ഈ ശുശ്രൂഷയിലെടുത്ത് ഉപയോഗിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ഒരുപോലെ ഞങ്ങൾക്ക് അനുഗ്രഹവും തിരുനാമത്തിന് പ്രസാദകരവും ആയി തീരുമാറാകണമേ. ആമേൻ. നാം ഇന്ന് വായിച്ചതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 51-ാമത്തെ വാക്യം. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. He resolutely set his face to go to Jerusalem. കൊറോണ കാലം ഇറ്റലിയിലെ പ്രായം ചെന്ന ഒരു വൈദികൻ റവറൻ ഫാദർ ഡോക്ടർ മുജാസ് ബ്രാഡൻലി, അദ്ദേഹത്തിന് കൊറോണ പിടിച്ചു. ഹോസ്പിറ്റൽ അഡ്മിറ്റായി. ഒരു വെന്റിലേറ്റർ കൊടുക്കുവാനായിട്ട് യാതൊരു നിർവാഹവുമില്ല. അതീവ ഗുരുതരമായ അവസ്ഥയിലെത്തി. ഈ വിവരമറിഞ്ഞ ഇടവക്കാർ എങ്ങനെയോ ഒരു വെന്റിലേറ്റർ തരപ്പെടുത്തി ബ്രാഡൻലി അച്ഛന് നൽകി. 2020 മാർച്ച് 15 ഞായറാഴ്ച. എന്നാൽ പിറ്റേ ദിവസം തൻ്റെ ബെഡിന് സമീപത്തായി ഒരു ചെറുപ്പക്കാരൻ വെന്റിലേറ്റർ കിട്ടാതെ മരണത്തോട് മല്ലടിക്കുന്ന വിവരം അച്ഛന് മനസ്സിലായി. അച്ഛൻ വളരെ നിർബന്ധിച്ച് തൻ്റെ വെന്റിലേറ്റർ ആ ചെറുപ്പക്കാരന് കൊടുത്തു. പിറ്റേ ദിവസം കൊറോണയ്ക്ക് കീഴടങ്ങി ബ്രാഡൻലി അച്ഛൻ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. വളരെ നിർബന്ധിച്ച് തനിക്ക് അനിവാര്യമായിരുന്ന വെന്റിലേറ്റർ എന്തുകൊണ്ട് ചെറുപ്പക്കാരന് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അസ്തമിക്കാറായി നിൽക്കുന്ന എനിക്കല്ല, ജീവിതം ആരംഭിച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരനാണ് പുഷ്പിക്കേണ്ടത് എന്ന്. ഞാനോ കുറയണം, അവനോ വളരണം. അതായിരുന്നു ബ്രാഡൻലി അച്ഛൻ്റെ പ്രമാണം. അതെ, ഒരു വൈദികൻ്റെ നിയോഗ വഴികളും അതുതന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. യേശു യെരുശലേമിനെ നോക്കി മുഖം തിരിച്ചു. He set his face towards Jerusalem. അത് എന്താണ്, എന്തിനായിരുന്നു അങ്ങനെ മുഖം തിരിച്ചത്? പ്രിയപ്പെട്ട ജിതിൻ രാജു ശമ്മാശൻ കർത്താവിങ്കിലേക്ക് തൻ്റെ മുഖം തിരിച്ചു. അതിൽ അന്തർലീനമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നിയോഗ വഴികൾ എന്താണ്? 2 ലളിതമായ ചിന്തകൾ പങ്കുവെച്ച് എൻ്റെ ഈ ധ്യാനം ഉപസംഹരിക്കാം എന്നത്രേ ഞാൻ കരുതുന്നത്. 1, Jesus set his face towards Jerusalem is an immutable determination. ഒരു മാറ്റമില്ലാത്ത ദൃഢനിശ്ചയത്തിൻ്റെ മുഖം തിരിക്കൽ ആയിരുന്നു. മാറ്റമില്ലാത്ത ദൃഢനിശ്ചയം, an immutable
ഡിറ്റർമിനേഷൻ. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സിംഹഭാഗവും ഗലീലയിൽ ആയിരുന്നു. ഗലീലയിലുള്ള ആളുകളുടെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഗലീലയിലേക്കുള്ള യേശുവിൻ്റെ പ്രവേശനം. അവൻ അവരുടെ രോഗികളെ സൗഖ്യമാക്കി, വിശന്നവരെ പോറ്റിപ്പുലർത്തി, തളർന്നവരെ ബലപ്പെടുത്തി. അങ്ങനെ അവരുടെ ജീവിതത്തെ ആകമാനം യേശു സ്പർശിച്ചു. അതവർക്ക് വലിയ പ്രതീക്ഷയും ഉന്മേഷവും നൽകി. അവരുടെ ജീവിതത്തെ തന്നെ ഉണർത്തുന്നതിന് ഇടയായി തീർന്നു. അവർ പ്രതീക്ഷിച്ചിരുന്ന മശിഹ, ആ രാഷ്ട്രീയ മശിഹയെ അവർ യേശുവിൽ കണ്ട്, അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രതീക്ഷ ഉയർത്തി. അവർ അവനെ രാജാവാക്കുവാൻ ഭാവിച്ചു. ഈ സാഹചര്യത്തിലാണ് യേശു യെരുശലേമിലേക്ക് തൻ്റെ മുഖം തിരിക്കുന്നത്. എന്താണ് യെരുശലേമിലേക്ക് മുഖം തിരിച്ചു എന്ന് പറഞ്ഞാൽ, യെരുശലേം വിശുദ്ധ നഗരമാണ്, വിശുദ്ധ ആലയത്തിൻ്റെ സ്ഥലമാണ്. അത് ദൈവജനത്തിൻ്റെ അടയാളമാണ്. എന്നാൽ ഇന്ന് എങ്ങനെയാണ് അത് കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുന്നു. വെള്ളതേച്ച ശവക്കല്ലറകളെ എന്ന് വിളിച്ചുകൊണ്ട് യേശു അവരുടെ കാപട്യത്തെ തുറന്നു കാട്ടി. The entire system is corrupted. Now it represents infidelity and disobedience of the so-called people of God. അതുകൊണ്ട് തന്നെ അവൻ അവരുടെ കാപട്യത്തെ തുറന്നു കാട്ടി. അതിനാൽ അവർ യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ, കൊല ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ യെരുശലേം യേശുവിൻ്റെ അന്ത്യത്തിന് വിധി എഴുതിയ സ്ഥലമായിട്ടാണ് നാം കാണുന്നത്. Jerusalem was the place of declaring verdict against Jesus, the place where it was ordered to murder him. ചുരുക്കി പറഞ്ഞാൽ യെരുശലേം അവൻ്റെ ക്രൂശുമരണത്തിൻ്റെ അടയാളമാണ്. ക്രൂശുമരണത്തിൻ്റെ അടയാളമാണ്. ഇത് നാം മനസ്സിലാക്കണം. അവൻ യെരുശലേമിനെ നോക്കി മുഖം തിരിച്ചു. ഇറ്റ് വാസ് ഹിസ് വിൽഫുൾ ആൻഡ് പർപ്പസ്ഫുൾ ചോയ്സ്. നമ്മുടെ ശുശ്രൂഷാക്രമത്തിലെ ശവസംസ്കാര ശുശ്രൂഷയിൽ യാത്രാഗീതം നാം പാടുന്ന ഒരു ഗീതം ഇങ്ങനെയാണല്ലോ: മനസ്സോടെ മരണം പ്രാപിച്ചുയർപ്പിൻ പ്രത്യാശ തന്ന നാഥാസ്തോത്രം. എന്നാൽ ഈ ഗീതത്തിൻ്റെ സുറിയാനി കുറെ കൂടി ആഴമുള്ള അർത്ഥമുള്ള വരികളാണ്. അതിൻ്റെ അർത്ഥം ഗദ്യരൂപത്തിൽ ആ ശുശ്രൂഷാക്രമത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പേജ് 183. തിരുവിഷ്ടമുണ്ടായി മരണം ആസ്വദിക്കുകയും മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ പ്രത്യാശയെ നമ്മിൽ വിതയ്ക്കുകയും ചെയ്ത ജീവനുള്ളവനായ താൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അത്രയുമാണ് സുറിയാനി ഗീതത്തിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുറിയാനി പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെ വരും: ഹി വിൽഫുള്ളി ടേസ്റ്റഡ് ഡെത്ത്. അവൻ മനഃപൂർവമായി താല്പര്യത്തോടെ മരണം ഏറ്റെടുത്ത് ആസ്വദിച്ചു എന്നാണ്. അതുകൊണ്ട് യേശു യെരുശലേമിനെ നോക്കി മുഖം തിരിച്ചു എന്ന് പറയുമ്പോൾ ഹി വിൽഫുള്ളി ഓപ്റ്റഡ് ഹിസ് ചോയ്സ് ഓഫ് ക്രൂസിഫിക്ഷൻ. ക്രൂശീകരണത്തിനായിട്ടുള്ള അവൻ്റെ മനഃപൂർവമായ താല്പര്യത്തോടുകൂടെയുള്ളതായ തീരുമാനം ആണ് എന്നുള്ളതാണ്. ഈ തീരുമാനം നമ്മുടെ ജീവിതത്തെ പല വിധത്തിൽ സ്വാധീനിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കും, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ വളരെ കഷ്ടപൂർണമാക്കും. നമ്മുടെ തീരുമാനത്തിൻ്റെ പിന്നിലുള്ളതായ ഭാരം
ചിലപ്പോൾ നമുക്ക് വഹിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ സംശയിച്ച് പകച്ചു നിന്നേക്കാം. യേശുവിൻ്റെ ജീവിതത്തിലും അങ്ങനെയുണ്ടായിരുന്നു. ഈ ക്രൂശ് മരണം തനിക്ക് പറ്റുമോ എന്നുള്ള ചിന്തയും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഗതസമനയിൽ നാം അത് കാണുന്നുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, 44-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന ചോരത്തുള്ളി. അപ്പോൾ എത്രമാത്രം കഠിനമായ വേദനയിലൂടെ, സംഘർഷത്തിലൂടെയാണ് യേശു കടന്നുപോയത് എന്ന് നമുക്കറിയാം. പ്രിയ ജിതിൻ ഷമ്മാശൻ മാത്രമല്ല, വൈദിക ശുശ്രൂഷയിലേക്ക്, യേശുവിലേക്ക് മുഖം തിരിച്ച് ഈ ശുശ്രൂഷയിൽ വന്നിരിക്കുന്നതായ എല്ലാവർക്കും വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാവാം. ചിലപ്പോൾ ഒറ്റപ്പെടലുകൾ ഉണ്ടാകാം, ചിലപ്പോൾ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം, ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകാം, ചിലപ്പോൾ സംശയങ്ങളുണ്ടാകാം, ചിലപ്പോൾ തെറ്റിദ്ധാരണകളുണ്ടാകാം. ഞാൻ ഇതിന് വരേണ്ടതായിരുന്നോ എന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചു എന്ന് വരാം. അത്തരം സാഹചര്യങ്ങളിൽ യേശുവിനെ പോലെ നമുക്ക് ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയണം. യേശു കർത്താവ് പറയുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് അടുത്ത ശ്വാസത്തിൽ പറയുകയാണ്, അല്ല പിതാവേ, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറയുന്നു. ഇത് ജീവിതാവസാനം വരെയുള്ള തീരുമാനവും സമർപ്പണവുമാണ്. ഇന്നലെ ധ്യാനത്തിന് അഭിമന്യ തിരുമേനി ഓർപ്പിച്ച കാര്യമാണ്. ഈ തീരുമാനം, ഈ സമർപ്പണം ജീവിത അന്ത്യം വരെയുള്ള, ഇറ്റ് ഇസ് എ ലൈഫ് ലോങ് സറണ്ടർ, ഇറ്റ് ഇസ് എ ലൈഫ് ലോങ് ഡിസൈസീവ് ഡിസിഷൻ. ഇത് വളരെ കൃത്യമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. സെറ്റിംഗ് ഹിസ് ഫേസ് ടുവേഴ്സ് ജെറുസലേം, ആൻ ഇമ്മ്യൂട്ടബിൾ ഡിറ്റർമിനേഷൻ, ഡിസിഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചിന്തയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സെറ്റിംഗ് ഹിസ് ഫേസ് ടുവേഴ്സ് ജെറുസലേം, എ ട്രാൻസ്ഫോമിംഗ് ഡിറ്റർമിനേഷൻ. രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൃഢനിശ്ചയമാണ് ഈ മുഖംതിരിക്കൽ. രൂപാന്തരപ്പെടുത്തുന്ന ദൃഢനിശ്ചയമാണ്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശു യെരുശലേമിനെ നോക്കി മുഖം തിരിച്ചതിലൂടെ നമ്മെ ദൈവമക്കളും നിത്യജീവൻ്റെ അവകാശികളുമാക്കി പരിശുദ്ധാത്മാവിൽ രൂപാന്തരപ്പെടുത്തി. പരിശുദ്ധാത്മാവിൽ സന്തോഷവും നീതിയും സമാധാനവുമാകുന്ന ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനം ആയിരുന്നുവല്ലോ യേശുവിൻ്റെ ശുശ്രൂഷ. നിന്റെ രാജ്യം വരേണമേ എന്നാണല്ലോ കർത്താവ് നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത്. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അഥവാ സഭാ ശുശ്രൂഷയുടെ നിയോഗം ഈ കർത്താവിൻ്റെ ശുശ്രൂഷ തുടരുകയാണ്. അതായത് സർവ്വമനുഷ്യരെയും ലോകത്തെയും ലോകക്രമത്തെയും ദൈവോന്മുഖമായി രൂപാന്തരപ്പെടുത്തുക എന്നതാണ്. കർത്താവിൻ്റെ വരവിനായി നമ്മെയും ലോകത്തെയും ഒരുക്കുക. ഈ ശുശ്രൂഷയിൽ പലപ്പോഴും നമുക്ക് മുറിവുകളും പരിക്കുകളും ഒക്കെ ഏൽക്കും. വി ആർ ദി wounded healers in this world to be co-workers with God to redeem this world. ഈ ലോകത്തെ വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷയിലെ കൂട്ടുവേലക്കാരായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഇവിടെ wounded healers, മുറിവേറ്റ സൗഖ്യദായകരാണ് എന്നുള്ളതാണ്. ഈ മുഖം തിരിക്കലിൽ, ഈ കർത്താവിങ്കിലേക്കുള്ള മുഖം തിരിക്കലിൽ നാം പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാം ഇന്ന് ഒരു AI ലോകത്തിലാണ് ജീവിക്കുന്നത്. പരമ്പരാഗത രീതികളും തത്വങ്ങളും സമൂലം പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുന്ന കാലം. ഇക്കാലത്തിലെ വെല്ലുവിളികളും ആവശ്യങ്ങളും ദൂരക്കാഴ്ചയോടെ നോക്കിക്കാണുവാനും വായിച്ച് എടുക്കുവാനും വായിച്ച് ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനായി സമൂഹത്തെ സജ്ജമാക്കുക സഭാ ശുശ്രൂഷകരുടെ ഇന്നിൻ്റെ നിയോഗമാണ്. അതുപോലെ തന്നെ സഭയുടെ ശുശ്രൂഷ, അല്ലെ യേശു ക്രിസ്തു തുടങ്ങിവെച്ച ശുശ്രൂഷ എന്നുള്ളത്
ചിന്നിയവരും ചിതറിയവരുമായ പുരുഷാരത്തെ കണ്ടപ്പോൾ, കുഴഞ്ഞവരായി കണ്ട പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ യേശു, മനസ്സലിഞ്ഞ കർത്താവിൻ്റെ പിന്തുടർച്ചക്കാരായി ശുശ്രൂഷകർ സമൂഹത്തിൻ്റെ വേദനകൾ മനസ്സിലാക്കി സമയോചിതമായി കാലോചിതമായി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ നാളുകളിൽ നമുക്ക് വളരെ പരിചിതമായ വാക്കുകളാണ് CJP, ജന്തർ മന്ദിർ ഒക്കെ. എന്താണ് അത്? നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ ആണ് എന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അല്പം കൂടെ ഉള്ളിലേക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട്. കൃത്യമായ കണക്ക് അറിയില്ലെങ്കിലും ഏതാണ്ട് 20-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സംഭവം, വളരെ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചതായ വിദ്യാർത്ഥികൾ, അങ്ങനെ പഠിച്ച ഏതാണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മനസ്സിൻ്റെ സംഘർഷം, വേദന, ആകുലത, നിരാശ, നീതി നിഷേധത്തോടുള്ളതായ എന്തെന്ന് വെളിപ്പെടുത്താൻ കഴിയാത്തതായ മനസ്സിൻ്റെ ഭാരങ്ങൾ, ഈ വേദന ഉൾക്കൊള്ളുവാൻ അതിന് നിയോഗിക്കപ്പെട്ട മനസ്സലിയേണ്ട, മനസ്സിലാക്കി പ്രതികരിക്കേണ്ട സഭയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നാം ആത്മശോധന ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഇതൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്കൊരു വിധത്തിൽ പറയാൻ കഴിയുന്ന, ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം ചെയ്യുന്ന അഭിജിത്ത് DK ഈ വേദനയെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കുകയാണ്. അത് ആ പ്രതിഷേധം ഭാരതത്തിലെ പല മേഖലകളിലും വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ഇടയാക്കി. യേശുവിൻ്റെ ശുശ്രൂഷ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങുന്നതല്ല. അതിനപ്പുറമായി അത് ഘടനകളെയും നിയമങ്ങളെയും സിസ്റ്റങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ക്രൂശ് യേശുവിന് വരിക്കേണ്ടി വന്നത്. ഇന്ന് നമുക്കത് സാധിക്കുന്നുണ്ടോ? സഭാ ശുശ്രൂഷകരുടെ നിയോഗവും മനസ്സിലാക്കി പുതുക്കി ആർജവം ഗൗരവപൂർവം ഏറ്റെടുത്ത് ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വചനത്തിൻ്റെ ശുശ്രൂഷ ഫലകരമാകുന്നത്, പൂർണ്ണമാകുന്നത് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ വചനം ജഡം ധരിക്കുന്നതിലൂടെയാണ്. വെറും പറഞ്ഞു പോകുന്നതിലൂടെയല്ല, വചനം ജഡം ധരിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ വായിച്ചറിഞ്ഞ് അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ച് ഈ സമൂഹത്തെയും ഘടനകളെയും തിരുത്തി ദൈവരാജ്യ ഉന്മുഖമായി ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കുചേരുവാനായിട്ടാണ് വൈദികരും സഭാ ശുശ്രൂഷകരും യേശുവിലേക്ക് മുഖം തിരിച്ചിട്ടുള്ളത്. ഈ മുഖം തിരിപ്പ് ഒരിക്കലും ഉദാസീനമായി, ഒരിക്കലും ലാഘവമായി തീരുവാനിടയാകരുത്. പലപ്പോഴും കോംപ്രമൈസ് ഉണ്ടാകുക സാധാരണമാണ്. കോംപ്രമൈസ് ഉണ്ടായി പലതിനോടും സമരസപ്പെട്ട് ഈ മുഖം തിരിക്കൽ മറന്നു പോകുവാനും അല്ലെങ്കിൽ അവഗണിക്കുവാനും അതിനെ ലളിതവൽക്കരിക്കുവാനും ഒരിക്കലും നമുക്ക് ഇടയാകരുത് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. 2 ചിന്തകളാണ് പറഞ്ഞത്. സെറ്റിംഗ് ഹിസ് ഫേസ് ടു ജെറുസലേം ഈസ് ആൻ ഇമ്മ്യൂട്ടബിൾ ഡിറ്റർമിനേഷൻ, മാറ്റമില്ലാത്ത ദൃഢനിശ്ചയമാണ്. 2, സെറ്റിംഗ് ഹിസ് ഫേസ് ടു ജെറുസലേം ഈസ് എ ട്രാൻസ്ഫോമിംഗ് ഡിറ്റർമിനേഷൻ, അത് രൂപാന്തരപ്പെടുത്തുന്നതായ ദൃഢനിശ്ചയമാണ്. ആ ദൃഢനിശ്ചയത്തോടുകൂടെ അന്ത്യത്തോളം കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകരായി പ്രവർത്തിപ്പാൻ എല്ലാവർക്കും, പ്രത്യേക ഇന്ന് ഈ അഭിഷേക ശുശ്രൂഷയിലൂടെ സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ജിതിൻ രാജു ചെമ്മാശനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്
തിരുമേനിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.